ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി പൂക്കി വോട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം തേവരയിലെ SH കോളേജിലാണ്. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളും കാഴ്ചപ്പാടുകളുമാണ് ഇവിടുത്തെ കുട്ടിക്കൂട്ടത്തിനുള്ളത്. നമുക്ക് ഇക്കാര്യം കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അവർ തന്നെ പറയട്ടെ. ഇലക്ഷൻ വിശേഷങ്ങളുമായി പൂക്കി വോട്ടിന് എത്തിയിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മുന്നണികൾ. അതുപോലെ തന്നെ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഈ യുവാക്കളോട്, ഭാവി തലമുറയോട് അവരുടെ ഇലക്ഷൻ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടതും അതുപോലെ യുവതലമുറയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാവാം. അങ്ങനത്തെ പല പല കാരണങ്ങൾ കൊണ്ട് ഈ വരുന്ന ഇലക്ഷൻ, അതുപോലെ തന്നെ ഇപ്പം വരുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ആയിക്കോട്ടെ, മെയ്യിൽ വരാൻ പോകുന്ന നിയമസഭ ഇലക്ഷൻ ആയിക്കോട്ടെ, രണ്ട് ഇലക്ഷനുകളിലും യുവതലമുറയുടെ വോട്ട് പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. അതായത് നമ്മുടെ ഒരു സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും അതിനുള്ളൊരു ചിന്തയോ ധാരണയൊന്നും ഇല്ല. എന്താണ് കന്നി വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കുള്ള മനസ്സിലെ സന്തോഷമാണോ അതോ എന്താണ്? പൊതുവെ യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് സ്ഥാനാർത്ഥികളായിട്ട് വരുന്നില്ല, എണ്ണത്തിൽ വളരെ കുറവാണ്. അപ്പോൾ കൂടുതൽ യുവാക്കൾ ഈ രംഗത്തേക്ക് വരണം എന്നുണ്ടാവും. ഇനി നയിക്കേണ്ടത് യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ യുവചിന്തകളും യുവകാര്യങ്ങളും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യുവത്വത്തെ നയിക്കാൻ യുവാക്കൾ തന്നെ ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഗ്രാമങ്ങളിലേക്ക് വളരെ കുറവായിട്ടാണ് എത്തുന്നത്. പക്ഷേ ഇതുപോലെ യുവാക്കൾ കയറി വരുവാണെങ്കിൽ പുതിയ ടെക്നോളജീസും ഒക്കെ നാട്ടിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ കൂടുതലായിട്ട് മുമ്പോട്ട് ചിന്തിക്കേണ്ടവരാണ്. നമ്മൾ യുവാക്കൾക്ക് രാജ്യത്തെപ്പറ്റിയും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിവില്ലെങ്കിൽ നാളേക്കുള്ള തലമുറ ഒന്നിനെ പറ്റി അറിവില്ലാതെയുള്ളവരായിരിക്കും. അപ്പോൾ യുവാക്കൾ കൂടുതൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്യണം. അതിനെപ്പറ്റി എനിക്കറിയില്ല, പക്ഷേ ആര് വന്നാലും നല്ല അത് മാത്രമേ ഉള്ളൂ. യുവാക്കളാണെങ്കിലും യുവാക്കളെ കളത്രം കാണിക്കുന്നുണ്ടല്ലോ. പല യങ്സ്റ്റേഴ്സിലും അവർ രാഷ്ട്രീയ അഭിപ്രായങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജനാധിപത്യ അവകാശമാണ്. അത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അത് വിനയാവുക. വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി എല്ലാവരും ഒരു മികച്ച അഭിപ്രായത്തോടെ നമ്മൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, വോട്ടർ ID വന്നിട്ടില്ല ഇത്രയായിട്ട്. നമ്മളൊരിക്കലും ഒരു പാർട്ടിയെ നോക്കി വോട്ട് ചെയ്യരുത്. ആ പാർട്ടിയിൽ നിൽക്കുന്ന ഏതാണോ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യണം. കാരണം ചിലപ്പോൾ ആ പാർട്ടി നല്ലതായിരിക്കാം, വ്യക്തി മോശമായിരിക്കാം. ചിലപ്പോൾ വ്യക്തി നല്ലതായിരിക്കാം, പാർട്ടി മോശമായിരിക്കാം. വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചു കഴിഞ്ഞാലും അയാൾ കാര്യമായുള്ളൊരു പ്രവർത്തനം നടത്തില്ലെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കാനുള്ള ഒരു അവകാശം കൂടി ജനങ്ങൾക്ക് കൊടുക്കണം. അതിൽ ഭാവിയിൽ വരണമെന്ന അഭിപ്രായത്തിലുണ്ടോ? പൂർണ്ണമായും അതിന് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം അത് വേണ്ട കാര്യം തന്നെയാണ്. ഒരു പണി ഏൽപ്പിക്കുന്നു, അപ്പോൾ ആ പണി ഒരാളും മര്യാദ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വേറെ വെക്കുക തന്നെ വേണം. അതിന് ഒരു തരത്തിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലർ ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ദുരുപയോഗം ചെയ്തു എന്ന് വരാം. അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ആ പോളിസി നടപ്പാക്കാൻ. കുറച്ചും കൂടി ആലോചന അതിൽ വരേണ്ടതുണ്ട്.